എൻ്റെ പേര് നിർസാർ. ഞാൻ പള്ളുരുത്തി കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഭാര്യ ആൽഫ. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 9 മാസമായി. കല്യാണം കഴിഞ്ഞ് 3 മാസം സുഖമായിട്ട് ജീവിച്ചിട്ടുള്ളൂ. എൻ്റെ വീടിൻ്റെ ബേക്ക് വശത്ത് നിന്ന് പുള്ളിക്കാരത്തി രാത്രി പേടിച്ചതാണ്. എന്താണ് കാരണമെന്ന് അറിഞ്ഞൂടാ. പിന്നെ പേടിച്ചതിൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് പുള്ളിക്കാരിയുടെ ബോധമൊക്കെ പോകാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് നടത്തി, യാതൊരു ഫലവും കണ്ടില്ല. അത് കഴിഞ്ഞ് മതപരമായി കുറേ നടന്ന് 1 ലക്ഷം രൂപ മേലെ ചിലവായി. എന്നിട്ടും ഒരു ഇതും കണ്ടില്ല. ഉസ്താദുമാരെല്ലാം കൈയൊഴിഞ്ഞു. പിന്നെ അമ്പലപരമായി പോയി. അവിടെ ചെന്ന് 21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് നടത്തി പിന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പുള്ളിക്കാരത്തി പിന്നെയും ബോധം കെട്ട് വീണ്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് പിന്നെയും പുള്ളിക്കാരത്തിൻ്റെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജൂലൈ ലാസ്റ്റത്തെ ചൊവ്വാഴ്ച പുള്ളിക്കാരത്തിയുടെ ഉമ്മാൻ്റെ ഇതുകൊണ്ട് ഇവിടെ വന്നതാണ്, കൃപാസനത്തിൽ. ഇവിടെ വന്ന് ഫാദർ ജോസഫ് അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ച് 10 ദിവസത്തിനകം അസുഖം മാറുമെന്ന് പറഞ്ഞ് 10-ാം ദിവസത്തിൽ 9-ാം ദിവസം തന്നെ പുള്ളിക്കാരത്തിയുടെ അസുഖം ഭേദമായി. ഒമ്പതാമത്തെ ദിവസം എൻ്റെ അസുഖം ഭേദമായി. ഭയങ്കര കൂടുതലായിരുന്നു. തല കറങ്ങി ബോധമില്ലാണ്ട് കിടക്കായിരുന്നു. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുസ്ലിംസ് ആയതുകൊണ്ട് ഇവിടുത്തെ ഇതൊന്നും എനിക്കറിയില്ല. ഇവിടെ വന്നപ്പോൾ ഒരു ലോക്കറ്റ് തന്നിരുന്നു മാതാവിൻ്റെ. അതിൻ്റെ കഴുത്തിലുണ്ടായിരുന്നു ഒരു രൂപം. എനിക്ക് മേളിൽ കണ്ടു. ഒരു നീല പോലെയാണ് എനിക്ക് തോന്നിയത്, ഞങ്ങളുടെ വീടിൻ്റെ മേളിലായിട്ട് ബെഡ്റൂമിൽ. പക്ഷെ അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കരയായിരുന്നു പേടിച്ചിട്ട്. പിന്നെ എഴുന്നേറ്റ് നോക്കി എന്താ കണ്ടതെന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങനത്തെ രൂപമൊന്നും. പിന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ലോക്കറ്റിൻ്റെ രൂപമാണ്. അപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ മാതാവായിരുന്നു അതൊന്ന്. എന്തോ ശരീരത്തിൽ നിന്ന് എന്തോ വലിച്ചെടുക്കുന്നത് പോലെയാണ് തോന്നിയത്. പിന്നെ ഇതുവരെയായിട്ടും എനിക്കൊരു കുഴപ്പവും വന്നിട്ടില്ല. ഓഗസ്റ്റ് 2-ാം തീയതി എൻ്റെ അസുഖം ഭേദമായതാണ്. 3 മാസം ഞാൻ കിടപ്പിലായിരുന്നു. ടോയ്ലറ്റിൽ പോലും ആരെങ്കിലും എന്നെ കൊണ്ടുപോകേണ്ട അവസ്ഥയായിരുന്നു. ഇപ്പം എല്ലാം മാതാവ് ഭേദമാക്കി തന്നു. ഒരുപാട് നന്ദി. കുഴപ്പമൊന്നുമില്ല. അവരെ കണ്ടിട്ടും കുഴപ്പമൊന്നുമില്ല അല്ലേ? സന്തോഷമായി. അത് കഴിഞ്ഞിവിടെ വരുന്നുണ്ടോ? മുടങ്ങാതെ വരുന്നുണ്ടോ? ഇല്ല, പിന്നീട് ഞങ്ങൾ വിളിച്ചപ്പോഴൊക്കെ ഓരോ മുടക്കം വരുന്നു. ഇന്ന് വരാനാ പറഞ്ഞത്. പിന്നെ സാക്ഷ്യം പറയാനായിട്ട് ഉടമ്പടി എടുത്തില്ലല്ലോ. ഉടമ്പടി എടുക്കാൻ ആഗ്രഹമുണ്ട്. അപ്പം ചൊവ്വാഴ്ചകളും 2 ഞായറാഴ്ച ഒഴികെ ദിവസം വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിക്കുക. മാതാവിൻ്റെ കാര്യം തന്നെ ഇതെന്താണ് മാതാവ് ഇങ്ങനെ ഇവരോടൊക്കെ ഇങ്ങനെ നമ്മളുടെ ഒരു സ്നേഹമില്ലല്ലോ അല്ലേ? മാതാവ് കൊല്ലത്ത് ചെല്ലുന്നു, പള്ളുരുത്തി ചെല്ലുന്നു, ഉടമ്പടി എടുക്കാത്തവരുടെ വീട്ടിൽ ചെല്ലുന്നു, പ്രാർത്ഥിക്കാത്തവരുടെ വീട്ടിൽ ചെല്ലുന്നു. മാതാവിന് നിങ്ങളുടെ പ്രത്യേകമായ കരുതലും സ്നേഹമുണ്ട്. ഇങ്ങനെയാണ് മാതാവ്. അപ്പോൾ ഇവിടുത്തെ മാതാവിനെയാണ് ലോക്കറ്റിൽ കണ്ടത്. ലോക്കറ്റ് ഇപ്പോഴും ഉണ്ട്. ശരി, ഓക്കെ. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ. ഹല്ലേലൂയ. ആരാ പറഞ്ഞു വിട്ടത് ഇങ്ങോട്ട്? എൻ്റെ ഉമ്മയുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് വന്നതാണ്. അവരും മുസ്ലിമാണോ? ഇല്ല, ക്രിസ്ത്യനാണ്. ക്രിസ്ത്യൻസ് ആണ്. അയ്യോ, നല്ല കാര്യം. പ്രൈസ് ദി ലോർഡ്.